നമ്മൾ ഇന്നത്തെ പരിശോധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൽ പലപ്പോഴും നമ്മൾ അശ്ലീല വീഡിയോകൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഫോൺ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഫോണിനകത്ത് അശ്ലീലപരമായിട്ടുള്ള പരസ്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും വീഡിയോകളൊക്കെ കാണാൻ സാധിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിലൊക്കെ പല ആളുകളുടെയും ഗൂഗിൾ ക്രോമിൽ നിന്ന് അശ്ലീലപരമായിട്ടുള്ള കുറേ കണ്ടൻറ്റുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിശോധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൽ അശ്ലീലപരമായിട്ടുള്ള കണ്ടൻറ്റുകൾ നമുക്ക് ഓഫ് ചെയ്യാനുള്ള 2 സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് പരിശോധിക്കുന്നത് ഗൂഗിൾ ക്രോമാണ്. കാരണം ഗൂഗിളിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നത്. ഗൂഗിൾ ക്രോം ഇതുപോലെ ഓപ്പൺ ചെയ്യാം. അതിന് ഏറ്റവും മുകളിൽ നമുക്ക് 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. നേരെ താഴെ ഭാഗത്തേക്ക് ഇവിടെ കാണാൻ നിങ്ങൾക്ക് സേഫ് ബ്രൗസിംഗ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ 3 സെറ്റിങ്സാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെ നമുക്ക് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നും, രണ്ടാമത്തെ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ എന്നും, മൂന്നാമത്തെ നമുക്ക് നോ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഏറ്റവും അവസാനം കാണുന്ന നോ പ്രൊട്ടക്ഷൻ എന്നുള്ളത് നമുക്ക് ഒരു സുരക്ഷയും നമ്മുടെ ഫോണിനകത്ത് നൽകില്ല. നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അത് സേഫ് ആക്കി തരില്ല. അതിനകത്ത് എന്ത് ആഡ്സുകളോ അല്ലെങ്കിൽ അശ്ലീലമായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ ഓപ്ഷൻ കാണാം സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഓപ്ഷൻ. നോർമൽ പ്രൊട്ടക്ഷൻ മാത്രമേ നമുക്ക് അതിനകത്ത് കിട്ടുള്ളൂ. കാരണം ഈ നോർമൽ പ്രൊട്ടക്ഷനിലൂടെ നമുക്ക് ഒരുപാട് പരസ്യങ്ങളൊക്കെ വരും. ഒട്ടുമിക്ക പരസ്യങ്ങളൊക്കെ അതിനകത്തും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അശ്ലീലമായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ നമുക്ക് ഈ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാറ്റകൾ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് നമുക്ക് പരസ്യങ്ങൾ തരും. പ്രത്യേകിച്ച് നമ്മളൊരു വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് ആ വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ഡാറ്റ കുക്കീസിലൂടെ അത് സേവ് ആകും. കുക്കീസ് ഫയലായിട്ട് കിടക്കും. ഇതുവഴിയാണ് നമുക്ക് പരസ്യങ്ങൾ തരുന്നതും അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ആകുന്നതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്യുന്നത് നമ്മുടെ കുക്കീസ് ഫയലിലാണ്. നേരത്തെ നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുക്കീസ് ഫയലുകൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ കുക്കീസ് ഫയലുകളിലേക്ക് നമ്മൾ ഡാറ്റകൾ സ്റ്റോർ ആകുകയും അതുവഴി നമുക്ക് പരസ്യങ്ങളും അശ്ലീലപരമായിട്ടുള്ള കണ്ടൻറ്റുകളും തരും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെറ്റിങ്സ് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ, നോർമൽ പ്രൊട്ടക്ഷനാണ്. ഇവിടെ ഏറ്റവും മുകളിൽ കാണാൻ നമുക്ക് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ഗൂഗിൾ എല്ലാ പ്രൊട്ടക്ഷനും നമുക്ക് ഒരു ബ്രൗസ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റ് നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നൽകും. അതിനകത്ത് നമുക്ക് പരസ്യങ്ങൾ വരാനുള്ള കുക്കീസ് ഫയലുകൾ നമുക്ക് സേഫാക്കി തരും. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റുകൾ കയറുന്ന സമയത്ത് തരുന്ന അശ്ലീലപരമായിട്ടുള്ള പെർമിഷൻസ് നമുക്ക് ഓഫ് ചെയ്ത് തരും. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ആ വെബ്സൈറ്റ് ഗൂഗിളിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് സേഫാക്കി തരും. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഒന്നാമത്തെ സെറ്റിങ്സിലേക്കാണ് വെക്കേണ്ടത്. ഇവിടെ വായിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ അവസാനം കാണുന്ന ഈ വലതു ഭാഗത്തേക്കുള്ള അരോമാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ സെറ്റിങ്സ്. രണ്ടാമത്തെ സെറ്റിങ്സ് ഇതേ സ്ഥലത്ത് തന്നെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരിക. യൂസ് സെക്യൂർ DNS എന്നുള്ളൊരു ഓപ്ഷൻ. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ 2 സെറ്റിങ്സാണ് താഴെ ഭാഗത്ത് കാണുന്നത്. ഒന്നാമത് കാണുന്ന യൂസ് യുവർ കറണ്ട് സർവീസ് പ്രൊവൈഡർ എന്നുള്ളത് ഗൂഗിൾ തരുന്ന സർവീസ് പ്രൊവൈഡറാണ്. അതായത് ഗൂഗിൾ നമുക്ക് ഏത് വെബ്സൈറ്റിലേക്ക് കയറാനുള്ള പെർമിഷനും ഗൂഗിൾ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ നമ്മൾ എല്ലാ വെബ്സൈറ്റിലേക്ക് കയറുമ്പം സേഫ് ആകാത്ത ഏതെങ്കിലും വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ, തേർഡ് പാർട്ടി വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും റീഡയറക്റ്റ് ആയിട്ട് പോകുന്ന ഏതെങ്കിലും വെബ്സൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഗൂഗിൾ നമുക്ക് സപ്പോർട്ട് ചെയ്യും. കാരണം ഗൂഗിളിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രത്യേകിച്ച് സെറ്റിങ്സുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ആ സെറ്റിങ്സുകൾ മാറ്റൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഈ സെറ്റിങ്സിനകത്ത് രണ്ടാമത്തെ സെറ്റിങ്സ് കാണാം ചൂസ് അനദർ പ്രൊവൈഡർ എന്നുള്ള ഇതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പ്രൊവൈഡർ നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി താഴെ ഭാഗത്ത് ഇവിടെ കാണാം കസ്റ്റമൈസർ എന്നുള്ള ഓപ്ഷൻ കാണും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് രണ്ടാമത്തെ സെറ്റിങ്സ് കാണാം ക്ലീൻ ബ്രൗസിംഗ് ഫാമിലി ഫിൽറ്റർ എന്നുള്ളൊരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഇതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ എടുക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അശ്ലീലപരമായ പരസ്യങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ സെറ്റിങ്സ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് അത്തരത്തിൽ ഒരു പരസ്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അശ്ലീലപരമായിട്ടുള്ള കണ്ടൻറ്റുകളോ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് പ്രത്യേകം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ സെറ്റിങ്സാണ്. ഓർക്കുക, നമ്മൾ ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ഈ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില വെബ്സൈറ്റുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ചില വെബ്സൈറ്റ് നമ്മൾ കയറുമ്പോൾ ഇതുപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പല ആളുകളും പറയാറുണ്ട് എൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഞാൻ ചില വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ ഇതുപോലെയാണ് കാണുന്നത്, ഇതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളതിന് പ്രധാനപ്പെട്ട കാരണം ഈ സെക്യൂർ DNSൽ വന്ന് നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാ വെബ്സൈറ്റിലേക്കും കയറാൻ സാധിക്കാത്തത്. സേഫ് ആകാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ അശ്ലീലമായിട്ടുള്ള കണ്ടൻറ്റുകൾ ഷെയർ ചെയ്യാൻ സാധ്യതയുള്ള വെബ്സൈറ്റുകളിലേക്കൊക്കെ നമുക്ക് സർവീസ് ബ്ലോക്ക് ആകും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് എല്ലാ വെബ്സൈറ്റിലേക്കും കയറാൻ സാധിക്കാത്തത്. ഇനി നിങ്ങൾക്ക് എല്ലാ വെബ്സൈറ്റിലും കയറണം എന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന യൂസ് സെക്യൂർ കറണ്ട് സർവീസ് പ്രൊവൈഡർ എന്നുള്ള ഗൂഗിൾ നൽകുന്ന സർവീസ് പ്രൊവൈഡർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ വെബ്സൈറ്റിലേക്കും നിങ്ങൾക്ക് കയറി പ്രവേശിക്കാൻ സാധിക്കും. ഈ 2 സെറ്റിങ്സ് വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.